ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ കൂടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ പാടെ ചൂടാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്നിച്ച് അരക്കുക കേട്ടോ ഞാൻ ചെയ്യൽ. പുളിവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ചട്ടിയിലാണ് കേട്ടോ ഞാൻ മീൻകറി വയ്ക്കാറ്. ചട്ടിയിൽ മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ചട്ടിയിലാണ് ഞാൻ മീൻകറി വയ്ക്കാറ്. കുറച്ച് മീൻ പൊരിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കുകയും ചെയ്യണം ഈ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ കറിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. തക്കാളിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. പുളിവെള്ളവും തക്കാളിയും തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, ഒരു അല്ലി വെളുത്തുള്ളി ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കാറ്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഇതിലേക്ക് വെച്ചെടുക്കുകയാണ് കേട്ടോ. ചട്ടി മീൻ കറീൻ്റെ ചട്ടി വെച്ചെടുത്തതിന് ശേഷം ഇനി മീൻ പൊരിക്കാനുള്ള വെളുത്തുള്ളി നന്നാക്കാൻ പോവുകയാണേ. ഇത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് കോരാന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാമെന്ന് പറയണം കേട്ടോ. ഓരോ നാട്ടിലേക്ക് ഓരോരോ രീതിയിലാണല്ലോ, ഓരോരോ മീനിന് ഓരോരോ പേരാണല്ലോ പറയാം. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് കോരാന്നാണ് പറയാം. ഞാൻ കുറച്ച് വെളുത്തുള്ളി നന്നാക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചി നന്നാക്കിയതിന് ശേഷം ഇടിക്കുന്ന കല്ലിലിട്ടിട്ട് ഇടിച്ചെടുക്കുക കേട്ടോ. ഞാൻ അരച്ച് പേസ്റ്റാക്കി വെക്കാറില്ല. ഇത് ഇടിച്ചിട്ട് മീൻ പൊരിക്കുന്നതിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അത് ഇടിച്ചെടുക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് മീനിലേക്ക് അതിട്ട് കൊടുക്കാം. മീനിലേക്ക് ഇട്ടിട്ട് കുറച്ച് പൊടികളും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും പൊടിയുപ്പാണ് കേട്ടോ ഞാൻ ഇടാറ്. എല്ലാത്തിലും എനിക്ക് പൊടിയുപ്പിനോടാണ് താല്പര്യം. പൊടിയുപ്പാണ് ഞാൻ അധികം ഇടാറ്. പൊടിയുപ്പ് ഒക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുക കേട്ടോ ചെയ്യുന്നത്. മീൻ ഇങ്ങനെ മുളക് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കാറില്ല കേട്ടോ. അന്നപ്പോഴത്തെ യൂസിന് എടുക്കുന്നതാകുമ്പം പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് മീൻ കറി റെഡി ആയിട്ടുണ്ട്. മീൻ മുളകൊക്കെ വെന്തുണ്ട് നന്നായിട്ട്. തേങ്ങയും മുളകൊക്കെ നന്നായി വെന്തുണ്ട്. ഞാൻ അതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓരോരോ കഷ്ണങ്ങളായിട്ട്. ഞാൻ ആദ്യം തല വേറെ ഇടുക, കഷ്ണം വേറെ ഇടുക, അങ്ങനെയൊന്നും ചെയ്യലില്ല കേട്ടോ. മീൻ ഒന്നിച്ചങ്ങോട്ട് ഇടുക ചെയ്യൽ. അപ്പോൾ ഇതിന് സൂതാന്നാണ് ഞങ്ങൾ ഇവിടേക്ക് പറയാം. ഓരോ നാട്ടിലേക്ക് ഓരോരോ പേരാണല്ലോ. നമുക്ക് അറിവുള്ള മീനാണ് കേട്ടോ അത്. നല്ല നന്നായിട്ട് വെന്താലേ കറി രസം ഉണ്ടാവുള്ളൂ. പിന്നെ മുളകും തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ച് ഒന്നും കൂടെ കുറുകി വരും. ചാറൊന്ന് കുറുകി വരുന്ന സമയത്ത് ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കാം. വറവിടാൻ വേണ്ടിയിട്ട് വെറുതെ കടുക് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഞാൻ ആദ്യമേ ഇട്ട് കൊടുത്തത് കൊണ്ട് ഇനി വേറെ ഒന്നും ചെയ്യുന്നില്ല. കടുക് മാത്രം ഇട്ടിട്ട് വറവിടുക കേട്ടോ ചെയ്യുന്നത്. കടുക് കുറച്ചേ ഇടലുള്ളൂ കേട്ടോ ഞാൻ. ഇത് വറവിട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക ചെയ്യുന്നത് കേട്ടോ. ഒന്നിപ്പം പിന്നെ ഞാൻ ഇളക്കാൻ പോകില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കലുള്ളൂ. കഴിഞ്ഞിട്ട് നമുക്ക് 2 പപ്പടം പൊരിക്കണം കേട്ടോ. പപ്പടം പൊരിക്കണം. മീൻ വറക്കും വേണം. അപ്പോൾ
അത് അടച്ച് വെച്ച് മീൻ കറി അടച്ച് വെച്ചിട്ടോ. ഇനി പപ്പടം പൊരിക്കട്ടെ. ഒരു 3-4 പപ്പടം പൊരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് മാത്രം, കുറേ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് 2-3 പപ്പടം പൊരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2-3 കറിവേപ്പില ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ട് മീൻ ഇട്ടുണ്ട് കേട്ടോ. മീൻ പൊരിച്ചിട്ട് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. മീൻ പൊരിച്ചിട്ട് കുറച്ച് ഉള്ളിയും ഇതൊക്കെ വെച്ചിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. നന്നായി മുരിഞ്ഞാലാണ് കോരയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ചോറ്, മീൻ പൊരിച്ചത്, കറി, പപ്പടം, അച്ചാർ കാരക്കേൻ്റെ അച്ചാറായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.